അതിൻ്റെ പഞ്ചായത്ത് പോത്തുകല്ലിൽ പിന്നിൽ പോകുന്നു, അതുപോലെ തന്നെ സ്വന്തം ബൂത്തിലടക്കം പുറകിൽ പോകുന്നു. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു തരത്തിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല എന്നതാണ് വലിയ വിമർശനം. അതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഈ പറയുന്ന പോത്തുകല്ല്, എനിക്ക് തോന്നുന്നു പോത്തുകല്ലാണ് മറ്റേ ഒരു റൗണ്ടിൽ മുന്നിൽ വന്നതെന്ന് തോന്നുന്നു. ഒരു റൗണ്ട് എണ്ണുമ്പോൾ മുന്നിൽ വന്നൊരു പഞ്ചായത്ത് പോത്തുകല്ലാന്ന് തോന്നുന്നു. പിന്നെ തോൽക്കുമ്പോൾ എല്ലായിടത്തും അങ്ങനെ വരും. ഇപ്പൊ ഇവിടെ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ബൂത്തിൽ അദ്ദേഹം 2016 തോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ നഗരസഭയിൽ അവർ പുറകിലായിരുന്നോ മുന്നിലായിരുന്നോ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മോശക്കാരനാവോ? ഇങ്ങനെയൊന്നും വിലയിരുത്തലിനോട് എനിക്ക് യോജിപ്പില്ല. 2016 പരാജയപ്പെടുമ്പോൾ UDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ നാട്ടിൽ പുറകിലാണ്, ജയിക്കുമ്പോൾ മുന്നിൽ വരും, അത്രേ ഉള്ളൂ. പിന്നെ പോത്തലിലാണെങ്കിൽ ഒരു റൗണ്ട് മുന്നിൽ വന്നത് നമ്മളുണ്ടായിരുന്ന പ്രദേശമൊക്കെ തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് വലിയ നേട്ടമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിനെ അങ്ങനെയൊന്നും അല്ല വിലയിരുത്തേണ്ടത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ രാഹുൽ ഗാന്ധി അവിടെ ജന്മനാട്ടിൽ തോറ്റിട്ടല്ലേ ഇവിടെ ഒന്ന് ജയിച്ചത്? അതൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രചരണത്തിൽ അഭിരമിക്കുന്നത് ഒരു അരാഷ്ട്രീയമായ പ്രവണതയാണ്. ഇവിടെ മണ്ഡലത്തിൽ പൊതുവിൽ ഞങ്ങൾക്ക് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്, ഞങ്ങൾക്ക് പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. അത് എല്ലായിടത്തും ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഞങ്ങൾക്ക് മുൻപോട്ട് വരാൻ കഴിഞ്ഞില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ബാക്കിയെല്ലാം ഭരണവിരുദ്ധ വികാരമല്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം MP ഗോവിന്ദന്റെ പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ പരാമർശം ഉണ്ടായിരുന്നല്ലോ, ഈ RSSമായി സഹകരിച്ചിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. അത് ഏതെങ്കിലും തരത്തിൽ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്? അതൊക്കെ ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യും. നിങ്ങളോട് എനിക്ക് തോന്നുന്നു താങ്കൾ അന്നില്ല, താങ്കളുടെ വേറെ പ്രതിനിധിയാണ്. വളരെ വിശദമായി തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചതാണ്. മുഖ്യമന്ത്രിയും അതിനുശേഷം വ്യക്തവും കൃത്യവും കാര്യമാത്ര പ്രസക്തവുമായി വിശദീകരിച്ചൊരു കാര്യമാണ്. അതൊന്നും ഇനി പ്രസക്തമല്ല, അതൊന്നും ഇനി അങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അയ്യോ, നെഗറ്റീവായി ബാധിച്ചാലും ഒരു സന്തോഷമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു സന്തോഷം ഒന്ന് ഞാൻ പറഞ്ഞു, ഇടതുപക്ഷം മുൻപോട്ട് വെച്ച ഒരു രാഷ്ട്രീയ നിലപാട്, അതിൽ നിന്ന് കടുകുമണി വ്യതിചലിക്കാതെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരെയും മുൻപോട്ട് പോകാൻ കഴിഞ്ഞു. ഞങ്ങൾ ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ജനങ്ങളുമായി ചർച്ച ചെയ്തത്. ഞങ്ങളെ എതിർക്കുന്നവർ ഓരോ ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച വിവാദങ്ങളുടെ പുറകെ ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ഏതെങ്കിലും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതുമില്ല. ഞങ്ങളുടേതായ നിലയിൽ മുൻപോട്ട് പോയി. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജനങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞു. അത് ആ നിലയിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ വന്നില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും അക്കാര്യത്തിലെല്ലാം ഞങ്ങൾക്ക് അഭിമാനമാണുള്ളത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഞാനായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ ഒത്തുതീർപ്പിനോ പോകേണ്ടതായി വന്നില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്തും പറയുന്നു, ഒരു വർഗീയവാദിയുടെയും ഒരു പിന്തുണയും ഒരു കാലത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതിന്റെ പേരിൽ ഇനിയും അത്ര പരാജയപ്പെട്ടാലും നിലപാട് അത് തന്നെ, അതിലൊരു മാറ്റവും ഇല്ല. ശരിയായ നിലപാടുകൾ എല്ലായ്പ്പോഴും അംഗീകരിക്കപ്പെട്ടു എന്ന് വരില്ല. അത് കരുതി ശരിയായ നിലപാടുകളെ കൈയൊഴിയാൻ നമുക്ക് പറ്റില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചിരുന്നെങ്കിലോ, ജയിച്ചാലും ജനങ്ങൾക്കും നാടിനും വേണ്ടിയുള്ള സമരം തുടരും. ഞങ്ങളിപ്പോൾ തോറ്റാലും ആ സമരം ഞങ്ങൾ തുടരും, അത്രയേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് 2026 കൊടുങ്കാറ്റ് പോലെ UDF വരാൻ വേണ്ടി പോകുന്നു, അതിന്റെ തുടക്കമാണ് നിലമ്പൂർ ഫലമെന്ന്. അതിൽ വിശേഷിച്ചൊന്നുമില്ല. കാരണം ഇപ്പോൾ ഒരു വിജയം അവർ നേടിയിരിക്കുകയാണ്. നേടുന്ന സമയത്ത് സ്വാഭാവികമായും ആ വിജയിച്ച വിഭാഗത്തിന്റെ നേതാവ് അങ്ങനെ പറയും. അതിന് ഈ വിജയം അവരെ പ്രേരിപ്പിക്കും. പക്ഷേ 2026 2026 തെരഞ്ഞെടുപ്പാണ്, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, ഞാൻ ഓരോ വോട്ടും വിശദമായിട്ട് നോക്കിയിട്ടില്ല. കുറച്ച് വോട്ട് കുറവാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നൊരു സമയമാണല്ലോ. വന്ന സമയത്ത് സാധാരണഗതിയിൽ വിജയിക്കുന്ന ആളെ അഭിനന്ദിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പൊതുജനാധിപത്യ മര്യാദ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ആദ്യത്തെ പ്രതികരണം തന്നെയാണ്. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, അദ്ദേഹത്തിന് മികച്ച നിലയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.